ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ US പാകിസ്ഥാൻ ബന്ധങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ് എന്ന നിലപാടിലാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും പാകിസ്ഥാൻ തയ്യാറുമാണ്. ഇപ്പോഴത്തെ ട്രംപിന് നന്ദി പറഞ്ഞതാണ് ചർച്ചയാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചുവെന്ന തന്റെ അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ആവർത്തിച്ച സമയത്തും ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചതിന് ട്രംപിനോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നന്ദി പറഞ്ഞുവെന്ന കാര്യവും എടുത്തു പറയുകയും ചെയ്തു. വൈറ്റ് ഹൌസിൽ ഉന്നത എണ്ണ വാതക എക്സിക്യൂട്ടീവുകളെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇവിടെ വന്നു വളരെ പരസ്യമായ ഒരു പ്രസ്താവന നടത്തി. പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് കുറഞ്ഞത് 1 കോടി ജീവൻ രക്ഷിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ രൂക്ഷമാകാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച ട്രംപ് അത്തരം സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് പൊങ്ങച്ചം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും, എന്നാൽ ചരിത്രത്തിൽ തന്നേക്കാൾ കൂടുതൽ നൊബേൽ സമ്മാനം ലഭിക്കേണ്ട മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. ഓരോ യുദ്ധം നിർത്തലാക്കുന്നതിനും നൊബേൽ സമ്മാനം നൽകേണ്ടതുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കുന്നതിലാണ് താൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആളുകൾ ട്രംപിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ 8 യുദ്ധങ്ങൾ ഞാൻ ഒത്തുതീർപ്പാക്കി. ചിലത് 36 വർഷമായി, 32, 31, 28, 25 വർഷമായി തുടരുന്നു. ചിലത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ 8 ജെറ്റുകൾ ആകാശത്ത് വെടിവെച്ചു. ആണവായുധങ്ങളില്ലാതെ ഞാനത് വേഗത്തിൽ ചെയ്തു. ചരിത്രത്തിൽ എന്നേക്കാൾ കൂടുതൽ നൊബേൽ സമ്മാനം ലഭിക്കേണ്ട മറ്റൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ വീമ്പിളക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മറ്റാരും യുദ്ധങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടില്ല. നിങ്ങൾ നിർത്തിയ ഓരോ യുദ്ധത്തിനും നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കണം. ഇവ പ്രധാന യുദ്ധങ്ങളായിരുന്നു. ആർക്കും തടയാൻ കഴിയുമെന്ന് ആരും കരുതിയ യുദ്ധങ്ങളായിരുന്നില്ല ഇവ. എനിക്കത് പ്രശ്നമല്ല. ജീവൻ രക്ഷിക്കുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. ദശലക്ഷക്കണക്കിന് ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 10 മുതൽ കുറഞ്ഞത് പല തവണയെങ്കിലും ട്രംപ് സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ സമ്മർദ്ദമാണ് 2 ആണവായുധ അയൽക്കാർക്കിടയിൽ സമാധാനത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എന്നിരുന്നാലും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം നേരിട്ട് മധ്യസ്ഥത വഹിച്ചതാണെന്ന് വാദിച്ചുകൊണ്ട് 3ാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ നിരന്തരം നിഷേധിക്കുകയാണ് ചെയ്തത്. 2025 ഏപ്രിലിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. മെയ് 10 പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇന്ത്യൻ സൈനികരെ വിളിച്ച് ശത്രുത അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചതെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് വെടിനിർത്തലിന് ധാരണയായി. ഇങ്ങനെയാണ് ആ സംഭവങ്ങൾ. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഓരോ വട്ടവും അവകാശവാദങ്ങൾ ഉന്നയിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.